മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. വാഹനാപകടത്തിൽ തകർന്ന മഞ്ചേരി ആനക്കയം പാലത്തിൽ പുതിയ കൈവരി സ്ഥാപിച്ചു. റോഡിനോട് ചേർന്ന് കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിച്ച് മുകളിൽ കൈവരി സ്ഥാപിക്കുകയാണ് ചെയ്തത്. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ജൂലൈ ആദ്യവാരത്തിലാണ് വാഹനമിടിച്ച് തകർന്ന ആനക്കയം പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 2 മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കി. മാര്യാടുള്ള മുഹമ്മദ് കൈനിക്കര എന്ന കരാറുകാരനാണ് പ്രവൃത്തിയുടെ ടെൻഡർ എടുത്തത്. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. 4 മാസം മുമ്പാണ് പാലത്തിന്റെ കൈവരി മണ്ണുമാന്തി യന്ത്രമിടിച്ച് തകർന്നത്. അപകടശേഷം താൽക്കാലിക വീപ്പകൾ സ്ഥാപിച്ചും ചുറ്റും റിബൺ കെട്ടുകയും ചെയ്തിരുന്നു. പിന്നീട് ലോറി ജഡ്ജിയുടെ കാറുമായി കൂട്ടിയിടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം റോഡിലേക്ക് തള്ളി നിന്ന വീപ്പയിൽ തട്ടാതിരിക്കാൻ വെട്ടിച്ച ബൈക്കും മറ്റൊരു ബൈക്കും കൂട്ടിയിടിച്ച് വള്ളിക്കാപ്പറ്റ കാഞ്ഞമണ്ണ സ്വദേശി അഹമ്മദ് ഷിഹാബ് മരണപ്പെട്ടിരുന്നു. ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. കൈവരി തകർന്നത് വാഹനങ്ങൾക്ക് നിരന്തര ഭീഷണി സൃഷ്ടിച്ചിരുന്നു. 5 മീറ്ററോളം നീളത്തിലാണ് കൈവരികൾ തകർന്നിരുന്നത്. കാലപ്പഴക്കം കാരണം പാലത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ കൈവരിയുടെ ചില ഭാഗങ്ങളും തകർന്നിരുന്നു. ഇതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് 20 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചത്. പാലത്തിൽ വെളിച്ചവും നിരീക്ഷണ ക്യാമറയും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.